എറണാകുളം ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം. കത്തിനശിച്ചത് 10ലേറെ കടകൾ. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഫാൻസി സാധനങ്ങൾ വിൽക്കുന്ന കടകളിലാണ് തീപിടുത്തമുണ്ടായത്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, എപ്പോഴാണ് ഈ തീപിടുത്തമുണ്ടായത്? കഴിഞ്ഞ രാത്രി ഒരു 12:30 തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ സമീപത്ത് കടകളുടെ സമീപത്തായി ബ്രോഡ്വേയിലെ ഫാൻസി സാധനങ്ങളും അതോടൊപ്പം തന്നെ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ ഇത്തരം സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. അങ്ങനെ ഒരു 11-12ഓളം കടകൾ കത്തി നശിച്ചിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് തന്നെ മറ്റ് വലിയ അപകടങ്ങൾ ഒഴിവായി. കാരണം അപകടത്തിന്റെ വ്യാപ്തി കുറയാൻ കാരണമായി. സമീപത്ത് ധാരാളം കടകളുള്ളൊരു സ്ഥലമാണ്. ഒട്ടേറെ ബ്രോഡ്വേയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. വളരെ അടുത്തടുത്ത് ധാരാളം കടകൾ ഉള്ളതാണ്. ഈ കടകൾക്ക് സമീപത്ത് ഉണ്ടായിരുന്ന ഒരു മാലിന്യ കൂമ്പാരം, ഈ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്നും തീ പടർന്നതാണ്. കടകളിലേക്ക് തീ പടർന്നു പിടിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ വിവിധ സ്റ്റേഷനുകളിലായി, ഗാന്ധിനഗർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി, ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി 8ഓളം യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി വളരെ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. ഒരു 3 മണിക്കുള്ളിൽ തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവാവുകയായിരുന്നു. ബ്രോഡ്വേയിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള നിരവധി കടകളുണ്ട്. ഇതിന് സമീപത്തുള്ള മറ്റ് കടകളിലേക്ക് തീ പടർന്നെങ്കിൽ അത് പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് വളരെ വേഗം എത്താൻ കഴിഞ്ഞു എന്നത് തന്നെ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. വലിയ അപകടമാണ് യഥാർത്ഥത്തിൽ ഒഴിവായത്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ബ്രോഡ്വേയിൽ തീപിടുത്തമുണ്ടായി. 10ലേറെ കടകൾ കത്തിനശിച്ചു.